സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം. വീഡിയോ 7 ദിവസത്തിനകം ഡിലീറ്റ് ചെയ്യണമെന്ന് എറണാകുളം സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 15-ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, നിരവധി കേസുകളുണ്ട്. ഇതിപ്പോൾ ഏത് കേസിലാണ്? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, ആ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്നതിനിടെയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയുടെ ഫോട്ടോ നൽകുകയും ആ ഫോട്ടോയ്ക്കൊപ്പം പിന്നീട് ആ യൂട്യൂബിൽ കാര്യമായി ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാണാൻ കഴിയുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ യുവതി ഈ പരാതിക്കൊപ്പം നൽകിയിരുന്നത് യൂട്യൂബ് വീഡിയോയുടെ താഴെ നിരവധി മോശം കമന്റുകൾ, അത് പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ വളരെ മോശമായി അപമാനിക്കുന്ന രൂപത്തിലുള്ള കമന്റുകളായിരുന്നു വന്നത്. അതിനൊക്കെ ആധാരം ഈ വീഡിയോ ആണ് എന്നതുൾപ്പെടെ ആ പരാതിക്കകത്ത് ഉണ്ടായിരുന്നു. അതിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആ കേസിലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയ മുൻകൂർ ജാമ്യം തേടി സെഷൻസ് കോടതിയെ സമീപിക്കുകയും തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? കർശന ഉപാധികളോടുകൂടിയാണ് എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം. ഒപ്പം തന്നെ 7 ദിവസത്തിനകം ഈ പരാമർശിക്കപ്പെട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം. ഒപ്പം തന്നെ ഭാവിയിൽ പരാതിക്കാരിയെ സംബന്ധിച്ചോ ഈ കേസിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒരു പരാമർശങ്ങളും നടത്താൻ പാടില്ല. എങ്ങാനും വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കപ്പെടുമെന്ന് കോടതിയുടെ മുന്നറിയിപ്പുണ്ട്. എന്തായാലും തന്റെ ഫോട്ടോ സഹിതം വീഡിയോ പങ്കുവച്ചതിന് യുവതി നൽകിയ പരാതിയിൽ ആ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യപ്പെട്ട അശ്ലീല കമന്റുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ശരി മുസ്തഫ.